ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 7-9 വാക്യങ്ങൾ. സ്നാപയോഹന്നാൻ ഇപ്രകാരം ഉദ്ഘോഷിച്ചു, എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു. 9-ാം വാക്യം. അന്നൊരിക്കൽ ഈശോ ഗലീലയിലെ നസ്രത്തിൽ നിന്ന് വന്ന് ജോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. വലിപ്പച്ചെറുപ്പം നോക്കാതെ രണ്ടുപേർ പരസ്പരം ബഹുമാനിക്കുന്ന വലിയൊരു മാതൃകയാണ് നമ്മൾ ഈ വാക്യങ്ങളിൽ കാണുന്നത്. സ്നാപയോഹന്നാൻ ഈശോയെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ഒത്തിരി വലിയവനാണ്, കുനിഞ്ഞ അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളി അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അങ്ങനെ പറഞ്ഞ് സ്നാപകൻ ഈശോയെ ബഹുമാനിക്കുമ്പോൾ അതേപോലെ ഒരു വലിയ ബഹുമാനം ഈശോ സ്നാപകന് തിരിച്ചു നൽകുന്നതിനെ കുറിച്ച് നമ്മൾ കാണുന്നു. ഈശോ ഗലീലിയിലെ നസ്രത്തിൽ നിന്ന് ദീർഘദൂരം യാത്ര ചെയ്ത് സാധാരണ ആളുകളെ പോലെ യോഹന്നാൻ നൽകിയിരുന്ന ആ സ്നാനത്തെ ബഹുമാനിച്ചുകൊണ്ട് ആളുകളുടെ വരിയിൽ നിന്ന് സ്നാപകനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കുന്ന ആ ഒരു എളിമയും സ്നാപകനോടുള്ള ബഹുമാനവും കാണിക്കുന്നു. രണ്ടുപേരും തങ്ങളുടെ വലിപ്പച്ചെറുപ്പം നോക്കാതെ പരസ്പരം ബഹുമാനിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്ക് വേണ്ടതും ഈ പരസ്പര ബഹുമാനമാണ്. ജോലികളിലോ കുടുംബ മഹിമകളിലോ മറ്റു കാര്യങ്ങളിലോ ഒക്കെ നമുക്ക് വ്യത്യാസം കാണാം. പക്ഷെ ആത്യന്തികമായി നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് വലിപ്പച്ചെറുപ്പം നോക്കാതെ നമുക്ക് പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും സാധിക്കട്ടെ. സ്നേഹമുണ്ടെങ്കിൽ ബഹുമാനിക്കാൻ പറ്റും, ബഹുമാനമുണ്ടെങ്കിൽ സ്നേഹിക്കാൻ പറ്റും.